ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഒരു പരിപ്പ് കൂട്ടാൻ വെക്കാൻ പോയിരുന്നതാ. പരിപ്പ് 4 പ്രാവശ്യം കഴുകിയിട്ട് അടുപ്പത്ത് വെക്കാൻ പോയിരുന്നു. അടുപ്പത്ത് വെച്ചു. പരിപ്പ് വേവാനായി. അതിലിടാൻ പോകുന്നൊരു പുതിയ സാധനം കണ്ട. ഈ പൊട്ടറ്റോ കണ്ട നിങ്ങൾ? ഒരു ചുവന്ന നിറയില്ല ഇതിന്, കണ്ടോ? നല്ല ഹെൽത്തി പൊട്ടറ്റോ ആണേ ഇത്. അവിടെ കിട്ടുമോയെന്ന് എനിക്കറിയില്ല, ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല പൊട്ടറ്റോ. അത് തോല് കളയുമ്പം നമ്മൾ സാധാരണ വെള്ള കളർ തന്നെയാണ് കാണൽ. പക്ഷെ ഇപ്പം കണ്ട അതിന് ചുവപ്പ് കളറ് എന്താ എന്താ. ഇതിടാൻ പോകുന്നത് 2 പൊട്ടറ്റോ, ഒരു ഉള്ളി, 2 തക്കാളി, നമ്മളെ എരിവനുസരിച്ച് 4-5 പച്ചമുളക്, അരവിന് വേണ്ടിയിട്ട് ചെറിയ തേങ്ങ കഷ്ണം, കുറച്ച് ജീരകം, വെളുത്തുള്ളി, വറവിന് വേണ്ടിയിട്ട് കടുക്, ചുവന്നമുളക്, കരിവേപ്പില. ഇത്രയും സാധനമാണ്. അപ്പം ഞാൻ പൊട്ടറ്റോയിൽ നിന്ന് ചുളി കളയട്ടെ കേട്ടോ. പരിപ്പ് ഇതാ വെന്ത് തുടങ്ങി. അപ്പം അതിൻ്റെ മേലത്തെ അതെന്നെല്ലാം കളയാം. അത് നല്ലതല്ലാന്നല്ലേ പറയൽ. കളഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. സാധാരണ ആൾക്കാരിങ്ങനെ വരുമ്പോൾ ഇത് കഴുകി ഒന്നും കൂടെ അടുപ്പത്ത് വെക്കലുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൽ എനിക്കൊരു സുഖം തോന്നുന്നില്ല. കാരണം ആ പരിപ്പിൻ്റെ വാല്യൂ പോകുന്നില്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ല ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ നേരത്തെ പൊട്ടറ്റോ ചുളി കളയാമെന്നാണ് പറഞ്ഞത്, തോല് കളയണമെന്നാണ് തെറ്റ് പറ്റി. അപ്പോൾ ഞാൻ തോല് കളഞ്ഞു. കണ്ടോ? തോല് കളഞ്ഞപ്പോൾ കണ്ട സാധാരണ പൊട്ടറ്റോ പോലെ ആയില്ല ഇത്. ഇങ്ങനെ ഉണ്ടാവില്ല, പക്ഷേ തോലിലാണ് ആ കളറുള്ളത്. ഞാനിതിലൊന്ന് മുറിച്ച് ഇതിലിടാം. പൊട്ടറ്റോ എങ്ങനെ മുറിച്ചാലും കുഴപ്പമില്ല. എവിടെ ആണെങ്കിലും പൊട്ടറ്റോ മാറ്റി വെക്കലാണ്. അത് തിന്നലൊന്നുമില്ല. അത് കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. പൊട്ടറ്റോ ഇട്ടു. ഉള്ളി അരക്കഷ്ണം ഇടാം. അരക്കഷ്ണം വറവിന് വേണ്ടി മാറ്റി വെക്കാം. വറവിൽ ഉള്ളിയിട്ട് നല്ല രുചിയാണ്. അപ്പോൾ ഇന്ന് വേവട്ടെ. അപ്പോൾ ഒന്ന് അടച്ച് വയ്ക്കാം. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇത് നോക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് വേവും. കാരണം ചെറിയ പരിപ്പല്ല, വേഗം വെന്തോളും. അപ്പോൾ വേവുമ്പോഴേക്കും ഞാൻ അരവിനുള്ള സാധനങ്ങളാക്കട്ടെ. ഈ അരമുറി തേങ്ങ ഇതിലിടാം. കുറച്ച് വെളുത്തുള്ളി, 4-5 അല്ലിയുണ്ട്, അതിടാം. ജീരകം, ഇത് 3ഉം കൂടെ ഞാൻ അടിച്ചു കൊണ്ടുവരട്ടെ. കാരണം അതിൽ മുളക് ഇടേണ്ട ആവശ്യം വരുന്നില്ല. അതിൽ പച്ചമുളകും ചേർക്കുന്നുണ്ട്. പിന്നെ വറവിന് വേണ്ടി നമുക്ക് ചുവന്ന മുളക് നമ്മൾ ഇടുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഇതിൽ മുളകിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതാ പരിപ്പ് ഏകദേശം വെന്ത് കഴിഞ്ഞു. തക്കാളിയും പച്ചമുളകും ഇടാൻ പോയിന്. തക്കാളിയും പച്ചമുളകും അരവിൽ ഞാനൊരു 2 കഷ്ണം തക്കാളി ഇട്ടെന്ന് അരച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ തക്കാളി എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ലാന്ന്. ഇതാ തക്കാളി ഇട്ടു, പച്ചമുളക് ഇട്ടു. ഏകദേശം വെള്ളം ഒഴിച്ചിട്ട് അത് കുറച്ചും കൂടെ വേവട്ടെ. കാരണം തക്കാളി ഒന്നും ഉണ്ടാവുന്നുണ്ട്. ഇതിൽ തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൂട്ടാൻ എടുക്കുമ്പോൾ അതെങ്ങനെ ഒപ്പിച്ചെടുക്കും എൻ്റെ മക്കൾ. ഇങ്ങനെ എടുക്കുക കൂട്ടാൻ. ആ തക്കാളിയൊന്നും തൊടും കൂടിയില്ല. തക്കാളിയോ പൊട്ടറ്റോ ഒന്നും ചിലവാവില്ല. അത് ഞങ്ങളാ തിന്ന് തീർക്കല്. ഇതിട്ടു. കുറച്ച് മഞ്ഞൾ, ഉപ്പിടാം. ലേശം മഞ്ഞൾ, കുറച്ച് ഉപ്പിടാം.
ഇതാ ഉപ്പിട്ടു, മഞ്ഞളിട്ടു. ഇപ്പുറത്ത് വാ, ഇപ്പുറത്ത് നോക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നാളെ തൊട്ട് മസ്തി കളിച്ച ആനേ ചെയ്യും കുക്കിംഗ്. ഇങ്ങോട്ടെടുക്ക്, ഇങ്ങോട്ടെടുക്ക്. കണ്ടോ? ഇനി എടുക്കണേ. വെരി ഗുഡ്. ഇത് എടുത്തിട്ട് എന്ത് ചെയ്യോ? അത് എടുക്കാൻ പാടില്ല, എന്താ വയസ്സല്ല. പാപ്പ ഉണ്ടാക്കോ? കൂടെ അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവട്ടെ. അത് അടച്ച് വെക്കാം. പരിപ്പ് കൂട്ടാൻ ഏകദേശം റെഡിയായി. അപ്പോൾ ഇതിൽ അരവ് ചേർക്കാം. വെള്ളം നോക്കിയിട്ട് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിക്കണമെന്നില്ല, സാധാ വെള്ളം ഒഴിച്ചാലും മതി. പരിപ്പ് കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് തിളയ്ക്കാൻ കൊടുക്കണം. തിളക്കുമ്പോഴേക്ക് നമുക്ക് അപ്പുറത്ത് വറവ് ശരിയാക്കാം. തിളച്ചു തുടങ്ങി. ഏകദേശം തിളച്ച് തുടങ്ങി. വറവിന് എണ്ണ ചീച്ചട്ടി ചൂടായിട്ടില്ല, ചൂടാവട്ടെ. കുറച്ച് എണ്ണ ഒഴിക്കുക. കുറച്ച് മതി, അധികം വേണ്ട. നേരത്തെ മാറ്റി വെച്ച സാധനങ്ങളാണ്. അപ്പോൾ ഉള്ളിയും കൂടെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ലേശം കടുക് ചേർക്കാം. കടുക് പൊട്ടി, ചുവന്ന മുളക് ഇടാം. ഞാൻ മുളക് മുറിക്കാൻ സിസറിന് എടുക്കൽ. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ കൈ കൊണ്ട് കുട്ടികളെല്ലാം കൈവച്ചാൽ അവർക്ക് എരിയെന്ന് വിചാരിച്ചിട്ട് സിസർ എടുക്കൽ. ഇനി അതിൽ ഉള്ളി ചേർക്കാം. കുറച്ച് കരിവേപ്പിലയും ചേർക്കാം.
മതി. ഉള്ളി അധികം കറുക്കണ്ട, കറുത്താൽ കറീൻ്റെ മേലെല്ലാം കറുത്ത കളറിനെ കാണും. അപ്പോൾ കുട്ടികൾ ഓരോന്നും നുള്ളി പറക്കും. അപ്പോൾ ഇത് മതി. ഞാൻ ഇതിലിടാൻ പോയിരുന്നു. അപ്പോൾ കൂട്ടാൻ ഏകദേശം ആയി കഴിഞ്ഞു. ചേർക്കാം. പരിപ്പ് കൂട്ടാൻ റെഡിയായി. ഇന്നത്തെ എൻ്റെ പരിപ്പ് കൂട്ടാൻ റെഡിയായി കഴിഞ്ഞു. എൻ്റെ വീഡിയോ കാണാത്തവർ കാണണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.